LDC 2024 മലപ്പുറം ജില്ലയിൽ മാത്സ് ഭാഗത്തുനിന്ന് ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ പരിഗണിക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ന്റെയും 10ന്റെയും നോട്ടുകളാണ് കിട്ടിയത്. 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ന്റെയും 10ന്റെയും നോട്ടുകളാണ് കിട്ടിയത്. സപ്പോസ് ഞാനിവിടെ 20ന്റെ നോട്ടിന്റെ എണ്ണം എന്നുള്ളത് എക്സും 20ന്റെ നോട്ടിന്റെ എണ്ണം എന്നുള്ളത് എക്സും 10ന്റെ നോട്ടിന്റെ എണ്ണം എന്നുള്ളത് വൈയുമായിട്ട് എടുക്കാന്ന് വിചാരിക്കുക. അപ്പം ആകെ നോട്ടുകളുടെ എണ്ണം 7ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്നുള്ളത് 7ആണ്. ഇതിനെ ഇക്വൽസ് നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം 20x പ്ലസ് 10y, അതായത് 20ന്റെ എത്രയോ നോട്ടുകൾ പ്ലസ് 10ന്റെ എത്രയോ നോട്ടുകൾ കൂട്ടിയപ്പോൾ എത്ര രൂപയാണ് ആകെ ഉണ്ടാവുക? 100 രൂപ. അപ്പൊ ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും കൺസിഡർ ചെയ്യാം. ഈ ഇക്വേഷൻ നമ്പർ 2നെ ഒന്നും കൂടി ചെറുതാക്കുകയാണ് എന്നുണ്ടെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിരിക്കും നന്നാവുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2x പ്ലസ് വൈ ഈക്വൽ ടു 10 എന്നാവും. ഇനി ഇതിന്റെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഇക്വേഷൻ 2 മൈനസ് 1 ചെയ്യുമ്പോൾ ഇക്വേഷൻ 2 നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? 2x മൈനസ് എക്സ് എന്നുള്ളത് എക്സ്, y മൈനസ് വൈ എന്നുള്ളത് 0 ഈക്വൽ ടു 10 മൈനസ് 7 എന്നുള്ളത് 10 മൈനസ് 7 എന്നുള്ളത് 3i. അപ്പൊ x ഈക്വൽ ടു 3. ആദ്യം ചോദിച്ചിരുന്നത് എന്താണ്? 20ന്റെ എത്ര നോട്ടുകൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പം x എന്ന് പറയുന്നത് 20 ആണെന്നുള്ളത് എന്താണ് അതിന്റെ അർത്ഥം? 20ന്റെ 3 നോട്ടുകളാണുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 72. ക്വസ്റ്റ്യൻ നമ്പർ 72 എന്താണ്? 8% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇക്വേഷൻ വരണം. എന്താണ്? a ഈക്വൽ ടു p ഇൻറ്റു 1 പ്ലസ് r/100 ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. 8% പലിശ നിരക്ക്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ 6 ആണ്. n എത്രയാണ് തന്നുള്ളത്? 2. n 2 വർഷം തന്നിട്ടുണ്ട്. പിന്നെ 25,000 രൂപ എന്നുള്ളത് p ആണ്. അതൊക്കെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുക. അതായത് p എന്ന് പറയുന്നത് 25,000 രൂപ, r എന്ന് പറയുന്നത് 8%, നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് 2. ഇപ്പം ടോട്ടൽ കിട്ടാൻ പോകുന്നത് എത്രയാ? 25,000 ഇൻറ്റു 1 പ്ലസ് r/100 അതായത് ഈ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. a ഈക്വൽ ടു p ഇൻറ്റു 1 പ്ലസ് r/100 ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇത് യൂസ് ആണ്. അപ്പം ഇത് സോൾവ് ചെയ്യുമ്പം 25,000 ഇൻറ്റു 108/100 ഇൻറ്റു 108/100 ഈ 2 0 കട്ട് ചെയ്ത് ഈ ഒരു 0 കട്ട് ചെയ്ത് അങ്ങനെ 25 ഇൻറ്റു 10.8 ഇൻറ്റു 108. അപ്പൊ ആൻസർ എത്രയാണ് വരിക? ആൻസർ ഓപ്ഷനിലുള്ള 292160 ആണ് ആൻസർ വരിക. 29160 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 73. ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും, നീളം എന്ന് പറയുന്നത് 7x ആയിട്ടും വീതി എന്ന് പറയുന്നത് 4x ആയിട്ടും, അതായത് 7:4 എന്നാണല്ലോ, അംശബന്ധത്തിലാണുള്ളത്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. അപ്പൊ നീളം എന്നുള്ളത് 7x എന്നുള്ളത് 4x പ്ലസ് 15 ആണ് എന്നുണ്ടെങ്കിൽ നീളം എത്ര എന്നുള്ളത് ഈ എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പം 7x മൈനസ് 4x, ഈ 4x ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ 7x മൈനസ് 4x ഈക്വൽ ടു 15, 3x ഈക്വൽ ടു 15, x ഈക്വൽ ടു 15/3 എത്ര? 5. ഓക്കെ. ഇനി ഈ 5നെ ഞാൻ നീളം, അപ്പൊ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ് നീളം എന്ന് പറയുന്നത്? 7x ആണ്. അപ്പം 7x ഈക്വൽ ടു 7 ഇൻറ്റു 5 ഈക്വൽ ടു 35. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 74. ക്വസ്റ്റ്യൻ ACE. ഇതൊക്കെ ഒന്ന് താഴെ എഴുതാ, എന്നിട്ട് പറയാം. GIKMOQUWY. ഇവിടെ ഓരോ ലെറ്ററും A എത്രാമത്തെ ലെറ്ററാ? ഫസ്റ്റ് ലെറ്റർ. C എത്രാമത്തെ ലെറ്ററാ? 3ാമത്തെ ലെറ്റർ. 3 കഴിഞ്ഞ് ഇത് 5ാമത്തെ ലെറ്റർ. ഈ ഒരു ലെറ്റർ മാത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ അടുപ്പിച്ചുള്ള ലെറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആണ് അല്ലേ? 1 3 2, 3 2 3 5 2. അപ്പൊ ഇനി ഈ കഴിഞ്ഞ് G എത്ര ലെറ്റർ കഴിഞ്ഞിട്ടാ? ഐ മീൻ എത്ര ആണ് ആയിരിക്കും? G എന്ന് പറയുന്നത് എന്താണ്?
ഏഴാമത്തെ ലെറ്റർ അതായത് 7 - 5 ഇവിടെ എന്താണ് 2 ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ്. 9 11 ഇവിടെ 13 ഇവിടെ 15 ഇവിടെ 17 അതേപോലെ തന്നെയാണോ ഇവിടെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് യു എത്രാമത്തെ ലെറ്ററാ 21ാമത്തെ ലെറ്റർ ആയിട്ടാണ് വരുന്നത്. അതായത് നോക്കി 5 കഴിഞ്ഞ് 7 - 5 ഇവിടെ 2 ഡിസ്റ്റൻസ് വരുന്നത് ഈ ഇയും ഈ ജിയും തമ്മിൽ. അതേപോലെ കെയും എമ്മും തമ്മിൽ എന്താണ് 2 ഡിസ്റ്റൻസ് വരുന്നത്. എന്നാൽ ക്യൂവും യുവും തമ്മിൽ 2 ഇവിടെ ഡിസ്റ്റൻസ് വരുന്നത്, ഇവിടെ 2 കൂടുതൽ വരുന്നുണ്ട്. അതായത് 17ാമത്തെ ലെറ്റർ ആണ് ക്യൂ, 21ാമത്തെ ലെറ്റർ ആണ് എന്ത് യു. അപ്പം 3 ലെറ്ററിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒറ്റയാന ഏതായിരിക്കും UWY. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 13/40 ദശാംശ രൂപം. അപ്പൊ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഹരിച്ചു നോക്കുക. 13/40 ഹരിക്കുമ്പം ഇവിടെ ഇത് 13 40 പോവില്ല. അപ്പൊ 0 ഇട്ട് കൊടുക്കും, അവിടെ പോയിന്റ് വരും. അപ്പൊ തന്നെ എന്താ ഈ ഓപ്ഷൻ കട്ടാവും. ഈ ഓപ്ഷൻ എന്താണ് തെറ്റാണ്. അത് കഴിഞ്ഞ് 3 40 120. അപ്പൊ ഈ ഓപ്ഷനും കട്ടായി, ഈ ഓപ്ഷനും കട്ടായി, ഈ ഓപ്ഷൻ കട്ടായി, ഈ ഓപ്ഷൻ കട്ടായി. അപ്പൊ തന്നെ വേണമെങ്കിൽ ആൻസർ ഇതെന്താണ് ഓപ്ഷൻ ബി ആണ് വരിക. ഒന്നും കൂടി കറക്റ്റ് ആക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി ചെയ്യുക. അപ്പൊ എന്താ ഇവിടെ 10 ഇവിടെ 0 2 40 80 ഇനി ഇവിടെ 20 ഇവിടെ 0 5 40 20. ഓക്കെ കണ്ടോ 0.325 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 76ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത എങ്ങനെയാണ്, ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ. പാദ ചുറ്റളവ് എന്ന് പറയുമ്പം ആ ഒരു ടൈം തന്നെ നമ്മൾ മനസ്സിലാക്കുക. 3 × A എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് 15/3 ആണ്. എന്താണ് അതിന്റെ അർത്ഥം, ഒരു സൈഡ് ഒരു ത്രികോണ സ്തംഭത്തിന്റെ അടിഭാഗം എന്താണ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ എന്താണ് ഓരോ ലെങ്ത്തും എന്താണ് 5 5 5 ആണ്. 5 സെന്റിമീറ്റർ ആണ് ഓരോ ലെങ്ത്തും ഉണ്ടാവുക. അപ്പൊ അതിന്റെ എന്താണ് കാണണ്ടേ, വ്യാപ്താണ് കാണണ്ടേ. വ്യാപ്തം അതായത് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്താണ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഹൈറ്റ് ഇവിടെ തന്നിട്ടില്ലേ. ആ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് 5 സെന്റിമീറ്റർ ആണ്. അപ്പം ഹൈറ്റും തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഏരിയ അറിയില്ല. അപ്പൊ ഏരിയ എന്ന് കാണാനുള്ള ഇക്വേഷൻ √3/4 A². √3/4 ഈ A എന്ന് പറയുന്നത് 25. അപ്പൊ 25 √3/4 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് ഏരിയ എന്ന് പറയുന്നത്. അപ്പം വോളിയം എന്ന് പറയുന്നത് എന്താണ് 25 √3/4 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5 അല്ലെ 5. അപ്പൊ എത്രയാണ് ആൻസർ വരാ, ആൻസർ വരാ 25 × 5 എന്ന് പറഞ്ഞാൽ 125 √3/4 സെന്റിമീറ്റർ ക്യൂബ്. ഓപ്ഷനിലുണ്ടോ, ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 76ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 77ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഒരു ക്ലോക്കിലെ സമയം 9:30 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും വരാ 9:30. നമുക്കിപ്പോ കോമൺ ആയിട്ട് ഈ ഒരു കേസാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാം. പക്ഷെ എന്താണ് ഇവിടെ തോണളവാണ് ചോദിക്കുന്നത്. ഇതില് ഒറ്റയടിക്ക് നമുക്ക് വേണമെങ്കിൽ എഴുതാതെ എന്താണ് 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് പോവുക. പക്ഷെ ഇതിൽ കുറച്ച് തിയറീസ് ഉണ്ട്. അതായത് 1 മണിക്കൂർ എന്ന് പറയുന്നത് എന്താണ്, 1 മണിക്കൂർ എന്ന് പറയുന്നത് 30 ഡിഗ്രി വെച്ചിട്ടാണ് മുന്നോട്ട് പോവുക. അതിൽ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് 30 മിനിറ്റ്, അതായത് 1 മണിക്കൂർ കഴിഞ്ഞ് മിനിറ്റ് സൂചി എന്താണ് 30 മിനിറ്റ് നീങ്ങി അല്ലെ. 30 മിനിറ്റ് നീങ്ങി എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ ഹാഫ് 15 ഡിഗ്രി വെച്ചിട്ട് പിന്നെയും മുന്നോട്ട് പോയി. അതായത് 9:30 ആകുമ്പം എന്തായിരിക്കും അവസ്ഥ, 9 × 30 ഡിഗ്രി പ്ലസ് 30 മിനിറ്റിന് എന്താണ് 15 ഡിഗ്രി പിന്നും മുന്നോട്ട് പോയി. അപ്പൊ 15, അപ്പൊ 270 ഡിഗ്രി പ്ലസ് 15 ഡിഗ്രി എന്ന് പറയുന്നത് 285 ഡിഗ്രി. അതാണ് ഉണ്ടാവുക. ഇനി ഇതാണ് എന്ത് മണിക്കൂർ സൂചിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് 285 ഡിഗ്രിയിലാണ് ഉണ്ടാവുക. ഇനി 30 മിനിറ്റിൽ ഞാൻ പറഞ്ഞു എന്താണ് ഒരു ഹവറിന്റെ സൂചി ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക. ഇനി മിനിറ്റ് സൂചിന്റെ കേസാണ് ഞാൻ നോക്കാൻ പോകുന്നത്. മിനിറ്റ് സൂചി ഇത് ഹവറിന്റെ സൂചി, അതായത് മണിക്കൂർ സൂചി 285 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് മിനിറ്റ് സൂചി എങ്ങനെയാണ് നിൽക്കുന്നത്. മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രിയാണ് മുന്നോട്ട് പോണേ. 6 ഡിഗ്രിയാണ് മുന്നോട്ട് പോണേ. അപ്പം 30 മിനിറ്റിൽ എത്ര ആയിരിക്കും, 30 × 6 150 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ
മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ എത്ര ഡിഗ്രിയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 255 150 കുറച്ചാൽ എത്ര കിട്ടുമോ അതാണ് ആൻസർ. 105 ഡിഗ്രി ആണ് ആൻസർ. 105 ഡിഗ്രി ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എത്ര? 78ാമത്തെ ക്വസ്റ്റ്യൻ. 125/3 ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ്? അതായത് ഇതാണ് സപ്പോസ് ഒരു എണ്ണൽ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക. ഇത് ഗുണിച്ചാലാണ് 0.125 സ്ക്വയർ കിട്ടുക. 0.125 സ്ക്വയർ കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് എന്താണ്? കൃത്യങ്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സിന്റെ വാല്യൂ ആണ് 0.125 സ്ക്വയർ ബൈ ഇത് ഇങ്ങോട്ട് വരുമ്പം ഡിവിഷൻ ആവും, ഹരിക്കണം എന്നാവും 125 ക്യൂബ്. അപ്പൊ ഈ ക്യൂബ് മുകളിലോട്ട് പോകുമ്പോൾ മൈനസ് ആവും 0.125. അതായത് നമുക്ക് ഓൾറെഡി അറിയാം a/m ബൈ a/n എന്ന് പറയുന്നത് a/m-n. ഇതാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു തിയറി. അപ്പം 0.125/2 0.125/3 പറയുന്നത് എന്താണ്? 2 - 3 = 0.125/-1 0.125/-1. വീണ്ടും ഒരു തിയറി a/m എന്ന് പറഞ്ഞാൽ എന്താണ്? 1/a/m എന്നാണ് അർത്ഥം. 1/a/m എന്നാണ് അർത്ഥം. അപ്പം 0.125/-1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/0.125. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇനി എന്താ ചെയ്യുക? ഈ 0.125 ഒന്നും കൂടി കുറച്ച് ചുവക്കാക്കുമ്പോൾ 125/1000. 125/1000. ഇതെന്തിനാ ചെയ്തത്? പോയിന്റിന് ഞാൻ മുന്നോട്ട് 1 2 3 സ്ഥാനം മുന്നോട്ട് ആക്കിയതാണ്. അപ്പൊ എന്താണ്? 125/1000. 1/125/1000. അതിന്റെ അർത്ഥം എന്താണ്? 1000 / 125 = 8 പ്രാവശ്യമാണ് ആൻസർ. ഓപ്ഷനിൽ 8 ഉണ്ടോ? 8 എത്രയാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ 8. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 79ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 75 km/h ആണ്. എന്ന ഏകീകൃത വേഗതയിൽ പോകുന്നു. എന്നാൽ ഈ ട്രെയിൻ 20 മിനിറ്റിൽ എത്ര? ടൈം എന്ന് പറയുന്നത് എന്താണ്? അതായത് സമയം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. ഇവിടെ തന്നിട്ടുള്ള km/h ആണ്, മണിക്കൂറിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്താ? ഈ മിനിറ്റിനെ ഞാൻ മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ 20/60 1/3 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ടൈമും മാറ്റി സ്പീഡും കിട്ടി. ഇനി എന്താണ്? എത്ര ദൂരം? നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് സ്പീഡ്, വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ദൂരം ബൈ സമയമാണ്. അപ്പൊ ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത് എന്താണ്? സ്പീഡിനോട് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടും. അപ്പം ഇതൊരു ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് സ്പീഡ് 75 × ടൈം 1/3. ഈ 3ഉം ഈ 75ഉം കട്ട് ചെയ്ത് ഓപ്ഷൻ 25 ആണ് ആൻസർ വരാം അല്ലെ. 25 ആൻസർ വരാം 25/3 ചെയ്യുമ്പോൾ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 80ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു സമചതുരത്തിലെ വശത്തിന്റെ നീളം. ഇതാണ് ഒരു സമചതുരം. അപ്പൊ എന്താണ്? ഇത് എ നീളവും ചുറ്റളവും എന്ന് പറയുന്നത് എന്തായിരിക്കും? ചുറ്റളവ് എന്ന് പറയുന്നത് 4a. തമ്മിലുള്ള അംശബന്ധം ചോദിക്കുന്നത് a/4a. എയും എയും കട്ട് ചെയ്ത് 1/4 ആണ് ആൻസർ. 1/4 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയെന്ന് വിചാരിക്കുന്നു. സോ ബൈ.